ഗൈസ്, അപ്പോൾ തുടക്കം മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. തുടക്കം എന്ന് പറഞ്ഞ മൂവി നമ്മളെ വിസ്മയ മോഹൻലാൽ പിന്നെ ജൂഡ് ആൻ്റണി ജോസഫ് ഡയറക്റ്റ് ചെയ്ത് ഇറങ്ങുന്ന പടമാണ്. നമ്മൾ 2018 ശേഷം പുള്ളിക്കാരൻ ഇറക്കുന്ന പടമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം തന്നെയാണിത്. പിന്നെ ഇതിൽ ക്യാമിയോ ആയിട്ട് നമ്മളെ ലാലേട്ടനുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് ഇത് സിനിമ റിലീസാവുന്നത് ഓഗസ്റ്റ് 7-നാണ്. അപ്പോൾ നിങ്ങൾ റിയാക്ഷൻ എന്തായാലും കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം, എന്നാൽ മാത്രമേ എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും നമുക്ക് റിയാക്ഷനിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു റിയാക്ഷൻ ആകാനാണ് ചാൻസ്. പിന്നെ തുടക്കം ഇന്ന് ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പേ അവിടെ ഇത് നടക്കുകയായിരുന്നു, ട്രെയിലറിൻ്റെ ലോഞ്ച്. അപ്പം അവിടെ എത്തിയപ്പോഴേക്കും മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതൊരു അടിപൊളി മീറ്റിംഗ് ആയിരുന്നു തോന്നുന്നു. അപ്പോൾ 1 മിനിറ്റും 35 സെക്കൻഡുമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ ട്രെയിലറിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ ട്രെയിലർ കണ്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നേരെ നമുക്ക് ട്രെയിലർ റിയാക്ഷനിലോട്ട് പോവാം. ഓക്കെ, എന്തായാലും ആദ്യം എടുക്കാം. വന്ന ആഡ് വരും, ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ഇനിയിപ്പോ ഡയറക്റ്റ് വരുമായിരിക്കും. മര്യാദക്ക് പഠിച്ചൊരു ജോലി വന്നാൽ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയൊക്കെ ഏത് എക്സാം എഴുതിയാലും ലിസ്റ്റിലുണ്ട്. സായി ഒളിക്കും മിക്കാതെ കല്യാൺ ജ്വല്ലറി സായി കുമാറുണ്ട് കേട്ടോ. ഓ, വിസ്മയ മോഹൻലാൽ ആദ്യത്തെ പടം എഡിറ്റഡ് ചമൻ ചാക്കോ. ഓ, 3-4 ഷോട്ട് ഉണ്ട് കേട്ടോ. ഓ, ചിപ്പി ഉണ്ട് കേട്ടോ. നമ്മളെ ചിപ്പി എല്ലാം ഉണ്ട്. കൊള്ളാം, നല്ലൊരു കാം ട്രെയിലർ. ഓ, ഓ, സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. മോനെ എന്തൊക്കെയോ സീനുണ്ട്. ആക്ടറുണ്ട്. ഫിയർ ഫോളോസ് ഹോം. ജെക്സ് ബിജോയാണ് മ്യൂസിക്. തകർക്കും. ഓ, അജിൽ ജോർജ്. ഓ, മോനെ എഡിറ്റ് പക്ക. ആന്റണി പെരുമ്പാവൂരാണ്. വിസ്മയ മോഹൻലാൽ, ജൂഡ് ആന്റണി ജോസഫ് സിനിമ. മോനെ ഒരു തകർത്ത് കേട്ടോ. ഇത് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു അടിപൊളി ഒരു പടം തന്നെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ കാണിച്ചിട്ട് ഉള്ള രീതിയിൽ നമ്മളെ 2018 സാറാസ് അങ്ങനെ കുറേ പടങ്ങളിൽ എടുത്ത ഡയറക്ടറാണ്. 2018 എത്ര മികച്ച രീതിയിലാണ് ജൂഡ് ആന്റണി എടുത്തു വെച്ചിരിക്കുന്നത് നമുക്കറിയാം. അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ബാക്കി ഇനിയിപ്പോൾ വന്നാലേ അറിയാവൂ. ഇത്രയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നുന്ന ഒരു അടിപൊളി ഒരു പടം തന്നെയാണ്. ബിക്കോസ് ഇത്രയും ഒരു നല്ലൊരു മേക്കിംഗ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചമൻ ചാക്കോ. ഒരു രക്ഷയില്ല. എഡിറ്റിംഗ് ആയിട്ട് പീക്കാണ് ചമൻ. പിന്നെ ആ ഒരു കളർ ഗ്രേഡിങ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എല്ലാം പൊളി. പിന്നെ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കണമെന്ന് പറയുന്നേ ഇല്ല കേട്ടോ. ഒരു നല്ലൊരു മികച്ച ഒരു അഭിനയം പോലെ ഫീൽ ആവുന്നു. ബാക്കി ഇനിയിപ്പോൾ സിനിമ വരുമ്പോൾ നമുക്കറിയാം. പിന്നെ വേറെ ഇപ്പോൾ നോക്കണമെങ്കിൽ വില്ലൻ്റെ പേര് അതെനിക്ക് വലുതായിട്ട് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. നല്ലൊരു അഭിനയമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു മൂവി തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതിൽ ആശിഷ് ജോ ആൻ്റണി പിന്നെ മോഹൻലാൽ സ്പെഷ്യൽ അപ്പിയറൻസിൽ. അപ്പോൾ അങ്ങനെയാണ്. പ്രൊഡ്യൂസർ നമ്മൾ ആശീർവാദ് ഫിലിംസ് തന്നെ, ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ് പ്രൊഡക്ഷന്. അപ്പം
ഇതിപ്പം 7-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും ഓർത്ത് വയ്ക്കുക. സിനിമയൊക്കെ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. സിനിമറ്റോഗ്രാഫി ജോമോൻ ടി ജോണാണ്, ഒരു രക്ഷയില്ല. എഡിറ്റർ ചമൻ ചാക്കോ. പിന്നെ മ്യൂസിക് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ജെക്സ് ബിജോയ്. ബാക്കി ഇനി സിനിമ 7-ാം തീയതി വരുമ്പോൾ നമുക്ക് നോക്കാം. 7-ാം തീയതി 2 പടങ്ങൾ വരുന്നുണ്ട്. DC ഇതും ക്ലാഷാണ്. നമുക്ക് നോക്കാം. DCയും നല്ലൊരു പടമാവാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇതിലെ പാട്ടായാലും എന്തായാലും നല്ല രസമുള്ളായിരുന്നില്ല. ബാക്കി ഇനി നമുക്ക് സിനിമ വന്നിട്ട് കാണാം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ മെയിൻ. സായുണ്ട്, പിന്നെ കുറേ നമ്മളെ മറ്റേ വെഹിക്കിളിൻ്റെ ഇതെല്ലാം പേര് മറന്നുപോയി. അപ്പോൾ എന്തായാലും എല്ലാവരും കുറേ അറിയാമെന്നുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം സിനിമയുടെ അഭിപ്രായം. പിന്നെ ലാസ്റ്റ് ഒരു ഷോട്ട് കാണിച്ച്, മോഹൻലാലിനെ കാണിക്കുമോ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ ഷോട്ടും കിട്ടി. ലാസ്റ്റ് ഒരു ഷോട്ട് കാണിച്ച് ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കുന്ന ഒരു ഷോട്ട്, അത് തന്നെ തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി പടം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എന്തായാലും ഇവിടെ ഞാൻ കണ്ടിട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് 7-ാം തീയതി എന്തായാലും പറയുന്നുണ്ട്. നിങ്ങൾ ട്രെയിലർ കണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ പറയും. പിന്നെ പ്രസ് മീറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും തകർപ്പാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.